കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? പഞ്ചവൻ കാട്ടിൽ താമസിച്ചിരുന്ന ചിങ്കൻ മുതലയും മീനുമുയലും വലിയ കൂട്ടുകാരായിരുന്നു. മീനു, പഞ്ചാരരുവിയുടെ തീരത്തുള്ള മുന്തിരിത്തോട്ടം കാണാൻ പോവാം. മുന്തിരിപ്പഴങ്ങളൊക്കെ വിളഞ്ഞു പഴുത്തെന്ന് തത്തമ്മ പെണ്ണ് പറഞ്ഞു. ചിങ്കൻ ചേട്ടാ, ഞാൻ റെഡിയാ. ഒത്തിരി നാളായി ഒരു യാത്ര പോയിട്ട്. കുറെ സമയമെടുക്കില്ലേ അവിടെ എത്താൻ? ഒരു ദിവസത്തെ യാത്രയുണ്ട്. യാത്രക്കുള്ള ഭക്ഷണമൊക്കെ കരുതണം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഒക്കെ എടുക്കാം. എനിക്ക് കുറച്ച് പച്ചക്കറികൾ മതി. അതും വെള്ളവും ഞാൻ എടുത്തോളാം. എങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ പുറപ്പെടാം. അങ്ങനെ ചിങ്കൻ മുതലയും മീനുമുയലും യാത്ര പുറപ്പെട്ടു. ഒരു പാലം കാണുന്നുണ്ടല്ലോ. വാ, നമുക്ക് പാലത്തിൽ കയറാം. ചിങ്കൻ ചേട്ടാ, ഹായ്. ഇവിടുന്ന് നോക്കിയേ, ചുറ്റിനും നോക്കിയേ. നല്ല രസമുണ്ടല്ലേ? അയ്യേ, ഞാനെന്ത് മണ്ടന. എനിക്ക് നീന്താലോ. എന്നെ കൊണ്ട് എനിക്ക് വയ്യ. വാ മീനു, നീ എന്റെ പുറത്ത് കയറിക്കോ. ചിങ്കൻ ചേട്ടാ, എന്ത് തണുപ്പ് ഈ വെള്ളത്തിന്. മുറുകെ പിടിച്ചോ എന്നെ, വെള്ളത്തിൽ വീഴും നീ. അങ്ങനെ പാലം തകർന്ന് പുഴയിൽ വീണ ചിങ്കനും മീനുവും നീന്തി നീന്തി അക്കരയെത്തി. ചിങ്കന്റെ പുറത്തു നിന്ന് ചാടിയിറങ്ങിയ മീനുമുയൽ വേഗത്തിൽ മുന്നോട്ട് ഓടാൻ തുടങ്ങി. അയ്യോ ചിങ്കൻ ചേട്ടാ, ഇവിടെ മുഴുവൻ മുൾച്ചെടികളാണല്ലോ. എങ്ങനെ പോകും? എന്റെ ദേഹത്തൊക്കെ മുള്ളു നിറഞ്ഞു കയറുന്നു. പോകാനും പറ്റുന്നില്ല. ചിങ്കൻ ചേട്ടാ, വാ, മതി, നമുക്ക് യാത്ര മതിയാക്കാം. വാ, നമുക്ക് തിരികെ പോകാം. എന്റെ മീനുക്കുട്ടി, നിരാശപ്പെടാൻ. ഇത് കണ്ടോ, ഇത്രയുള്ളൂ കാര്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിങ്കൻ മുതല മുൾച്ചെടികൾക്കിടയിലൂടെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങി. ചിങ്കന്റെ ശരീരത്തിലെ കട്ടിയുള്ള പുറംതൊലി കൊണ്ട് മുൾച്ചെടി മുഴുവനും ഒടിഞ്ഞു വീണു. വാ മീനുക്കുട്ടി, എന്റെ പുറകെ വാ. ഇനി ഒരു മുള്ളു പോലും നിന്റെ ദേഹത്ത് കൊള്ളില്ല. ചിങ്കൻ ചേട്ടന്റെ ബുദ്ധി അപാരം തന്നെ. മീനുമുയലും ചിങ്കൻ മുതലയും അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ദാ ഒരു കൂട്ടം കാക്കകൾ കൂട്ടമായി പറന്നെത്തി. വിശന്നു വലഞ്ഞ അവർ മീനുമുയലിന്റെയും ചിങ്കന്റെയും ഭക്ഷണപ്പൊതികൾ തട്ടിയെടുക്കാൻ നോക്കി. വേഗം തന്നെ മീനുവിന്റെ ഭക്ഷണപ്പൊതിയും ചിങ്കന്റെ ഭക്ഷണപ്പൊതികളും ചിങ്കൻ ഒന്നിച്ചെടുത്ത് അവന്റെ നീണ്ട വായിൽ കാടിച്ചെന്ന് പിടിച്ചു. വേഗം തന്നെ മീനുമുയൽ അവന്റെ കീശയിൽ നിന്ന് ഒരു കുപ്പി പുറത്തെടുത്തു. മുകളിലേക്ക് ഉയർത്തി ഒറ്റ ചീറ്റിക്കൽ. മീനുവിന്റെ കയ്യിലുണ്ടായിരുന്ന കുരുമുളക് സ്പ്രേ അവൻ കാക്കകളുടെ നേരെ അടിച്ചു. കാക്കകൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞ് പറന്നകന്നു. അതെ അതെ, കളിക്കാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. വാ വാ മീനു, ഇനിയും കുറച്ചു ദൂരം കൂടിയുണ്ട്. അങ്ങനെ ചിങ്കനും മീനുവും വീണ്ടും യാത്ര തുടർന്നു. അവസാനം പഞ്ചാര അരുവിയുടെ തീരത്തെത്തി. മനോഹരമായ മുന്തിരിത്തോട്ടം കണ്ട് ചിങ്കനും മീനുവിനും കൊതി വന്നു. അവർ
മുന്തിരിത്തോട്ടം മുഴുവനും ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടു. കുറെ മുന്തിരിപ്പഴങ്ങളും പറിച്ചു തിന്നു. പിന്നെ തോട്ടത്തിന് നടുവിൽ ഒരു ഷീറ്റ് വിരിച്ച് അവർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ചു. ദേ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം. ചിങ്കൻ ചേട്ടാ, ദേ ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററാ? ഹെലികോപ്റ്റർ അല്ലടാ, ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്റർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഒരു ഹെലികോപ്റ്റർ പുഴക്കരയിൽ വന്നു നിന്നു. അതിൽ നിന്ന് പൈലറ്റായ കുറുക്കൻ വിളിച്ചു പറഞ്ഞു, ഹലോ ഗായ്സ്, ഞാൻ പഞ്ചായത്താട്ടിലേക്കാ പോകുന്നത്. വരുന്നോ? അവിടെ ഇറക്കാം. ഞാൻ നിങ്ങളെ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെയല്ലേ താമസം? അതെ അതെ. ആ അതെ അതെ, പഞ്ചവങ്ങാട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ പഞ്ചവങ്ങാട്ടിലേക്കാണ് ഞങ്ങൾക്കും പോകേണ്ടത്. വാ വാ. ചിങ്കനും മീനുവിനും വലിയ സന്തോഷമായി. അവർ ഓടിച്ചെന്ന് ഹെലികോപ്റ്ററിൽ കയറി. അങ്ങനെ കാടിന് മുകളിലൂടെ യാത്ര ചെയ്ത് അവർ തിരികെ പഞ്ചവൻ കാട്ടിലെത്തി. പിന്നീടും അവരുടെ യാത്രകളിൽ കുറുക്കനും കൂടുമായിരുന്നു. അങ്ങനെ അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? നല്ല കൂട്ടുകാർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് താങ്ങും തണലുമായി നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല സ്വഭാവമുള്ള കൂട്ടുകാരെ വേണം നാം തിരഞ്ഞെടുക്കേണ്ടത്. കേട്ടോ? Hello friends, if you like our videos, please subscribe to our channel.